ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ ചെടി റീപോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ അത് കട്ടിയുള്ളതോ എന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല കട്ടിയായി പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെടിയും വളരില്ല, പ്രത്യേകിച്ച് ബിഗോണിയ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നന്നായിരിക്കണം. പിന്നെ അതിന് വേണ്ടുന്ന സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന രീതിയിലുള്ളടുത്ത് സ്ഥലത്ത് വെക്കരുത്. കാരണം ഇലകൾ ഉണങ്ങിപ്പോവും, കരിഞ്ഞു പോവും. അപ്പോൾ ബിഗോണിയെ സംബന്ധിച്ച് ബിഗോണിയകളുടെ ഇലകളാണ് ഭംഗി. പിന്നെ വേറെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത്, അതും ശ്രദ്ധിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത്. ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലും അതും പിന്നെ ചെടി ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ വെള്ളം കുറഞ്ഞായാലും ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ വെള്ളം കൂടിപ്പോകരുത്. പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് വെക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ വെക്കണ്ടേ, അപ്പോൾ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടുകളുടെ ആയാലും ഇപ്പോൾ എല്ലാ വീടുകളും ഓടാണെങ്കിലും ഷീറ്റാണെങ്കിലും പിന്നെ കോൺക്രീറ്റ് ആണെങ്കിലും എല്ലാത്തിനും സൺഷെയ്ഡ് ഉണ്ടാവും. അല്ലെങ്കിൽ റൂഫ് ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭിത്തിയോട് ചേർന്നിട്ട് ആ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. കാരണം മഴവെള്ളം നേരിട്ടടിക്കൂല, പിന്നെ സൂര്യപ്രകാശം നേരിട്ടടിക്കൂല. അപ്പോൾ നന്നായിട്ട് വളരും. പിന്നെ ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാനത് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ചെടി പെട്ടെന്ന് ഡാമേജായി പോകുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പണായിട്ട് കുറച്ച് സ്ഥലം വിൻഡോയുടെയൊക്കെ സൈഡിൽ നല്ല വെളിച്ചം കിട്ടുന്ന സൈഡാണെങ്കിൽ പോലും അത്രയും നേരമൊന്നും കിട്ടത്തില്ല. പക്ഷെ ഞാൻ അതിന് കൂടുതൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചെടി നശിച്ചു. ഇനി ഇതിൻ്റെ പോട്ടി മിക്സ് നമുക്ക് നോക്കാം. പോട്ടി മിക്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കമ്പോസ്റ്റ്, ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ്. ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കരിയില കമ്പോസ്റ്റ് ആയാലും മതി കേട്ടോ. കരിയില കമ്പോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മുയൽ കാഷ്ട, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആട്ടിൻ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ്, അല്ലെങ്കിൽ മണ്ണര കമ്പോസ്റ്റ്, അല്ലെങ്കിൽ ജൈവവളങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് അത് കമ്പോസ്റ്റ് ആക്കുന്നത്, അങ്ങനെ ഏതായാലും മതി. ഇതായിപ്പോൾ എന്നിട്ട് ചകിരിച്ചോറ്, പിന്നെ നല്ല മേൽമണ്ണ് കുറച്ച് ചരലോട് കൂടിയ മേൽമണ്ണാണെങ്കിൽ അത്രയും നല്ലത്. ചെളിയായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കുകയേ ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എംസാൻഡ് ഉപയോഗിച്ചാലും മതി. പോട്ടി മിക്സ് ആണെങ്കിൽ മാത്രമേ വേര് നന്നായിട്ട് ഓടുകയുള്ളൂ, ചെടികൾ നന്നായിട്ട് വളരുള്ളൂ. പ്രത്യേകിച്ച് ബിഗോണിയയുടേത്. എല്ലാവരും പറയും ആ ചെടി കൊണ്ടുവന്ന് വെച്ചു പക്ഷേ അത് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പോട്ടെടുത്തതിന് ശേഷം പോട്ടിനകത്തുള്ള ഹോളൊക്കെ തുറന്ന് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ ഹോളൊക്കെ തുറന്ന് വെച്ചിട്ട് ഞാനൊരു കട്ടയൊക്കെ വെച്ച് കൊടുത്തു, ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കരിയില ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല കമ്പോസ്റ്റ് ആവും, രണ്ട് ചട്ടിയുടെ വെയിറ്റ് കുറയും. നമുക്ക് പോട്ടി മിക്സ് കുറച്ചിട്ടാൽ മതിയാവും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് ദ്രവിച്ച് ഇത് മണ്ണൊന്ന് താഴുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ചെടിച്ചട്ടിയിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ വളരെ സോഫ്റ്റാണ്. നമ്മളൊന്ന് തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോവും. അപ്പോൾ അത് ഒടിയാതെ ശ്രദ്ധിച്ച് എടുക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെടുത്ത് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ പുറത്തായി. അപ്പോൾ അതൊന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമൊക്കെ ആയി എന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം ചെടിക്കൊക്കെ വളർച്ചയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
ഒന്ന് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആ പൊടി പൊടി പൊടിയായിട്ടുള്ള പോട്ടി മിക്സ് അതിനകത്തും ഉണ്ടായിരുന്നത്. പിന്നെ വേര് കണ്ടില്ലേ, കുഞ്ഞു 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 കനം കുറഞ്ഞ വേരുകൾ, നേർത്ത വേരുകളാണ് ഇതിൻ്റെ ഉള്ളത്. പിന്നെ അതിനകത്തൊക്കെ നിറയെ തൈകളുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് പൂക്കൾ വന്നു കഴിഞ്ഞാൽ പൂക്കൾ പെട്ടെന്ന് തന്നെ ഒടിച്ച് കളയുന്നത് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇലകളുടെ വളർച്ചയൊക്കെ കുറയും, ഇലകൾ കൂടുതലുണ്ടാവില്ല. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. ബിഗോണിയയുടെ ഇലകൾ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് വരുന്നത് നല്ലത്. പൂക്കൾ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, പക്ഷേ പൂക്കൾ വലിയ ഭംഗിയും ഉണ്ടാവില്ല. ചില വെറൈറ്റിയൊക്കെ മാത്രമേ ഉള്ളൂ പൂക്കൾ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഈ വെറൈറ്റിയൊക്കെ പൂക്കൾ കൂടുതലും നമ്മൾ നിർത്താത്തത് നല്ലത്. ഞാൻ അതുകൊണ്ട് പൂക്കൾ ഒടിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ ഒടിച്ചൊടിച്ച് കളയാറുണ്ട്. പിന്നെ ഇതിന് വരുന്ന രോഗമെന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഫംഗസ് ബാധ തന്നെ. അത് വെള്ളം കൂടിപ്പോയിട്ടും വെയിൽ കുറഞ്ഞു പോയിട്ടും ഒക്കെ വരുന്നത്, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ ചീഞ്ഞു പോവും, അതും വെള്ളം കൂടിപ്പോയല്ല ചീഞ്ഞു പോകുന്നത്. ചീഞ്ഞു പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാനേ പറ്റൂല. അപ്പോൾ ചീഞ്ഞു പോവാതെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒച്ചയൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ തിന്നും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇലയാ ഈ ചെടിയുടെ ഒരു ഭംഗി. ആ ഭംഗിയുള്ള ഇല ഒച്ച തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.